ഇപ്പോൾ ശ്രീ ടിക്കാറാം മീണ, മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, അദ്ദേഹം കൂടി തത്സമയം ചേരുന്നു. ഒപ്പം ശ്രീ സലീം മടവുകൊണ്ട്, RJD നേതാവ് കൂടി. ശ്രീ ടിക്കാറാം മീണ, ഈ ചർച്ച തുടങ്ങിയ സമയത്ത് തന്നെ SIR-നെ കുറിച്ച് ഇവിടെ സംസാരിച്ചിരുന്നു. അത് P. സന്തോഷ് കുമാർ MP, അദ്ദേഹം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണമായിട്ട് പ്രധാനമായും ഉയർത്തിക്കാണിച്ചത് SIR ആണ്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരം. അതിലൂടെ 65 ലക്ഷം വോട്ടർമാരെ വെട്ടിമാറ്റി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. അത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി മഹാസഖ്യത്തിൻ്റെ എന്നും വിവരിച്ചിരുന്നു. താങ്കൾ കരുതുന്നുണ്ടോ അങ്ങനെ ഒരു പ്രശ്നം, ഈ SIR വന്നത്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വന്നത് ബീഹാറിൽ മഹാസഖ്യത്തിലെ തോൽവിയിലേക്കും NDA-യുടെ ഈ വൻ മുന്നേറ്റത്തിനും കാരണമായി എന്ന്? കേൾക്കാം. ഈ SIR എന്ന പ്രക്രിയ ഇത് പുതിയ ഒരു സംഗതി ഇല്ല. ഇലക്ഷൻ കമ്മീഷൻ പലപ്പോഴും ഇത് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം എപ്പോഴും ഒരു വലിയ വിഷയമാണ്. അപ്പോ ഇതിലെ ഒരുപാട് പേരെ, മരിച്ചുപോയ ആൾക്കാരുടെ പേരെ കാണും. ചിലപ്പോൾ ഈ സ്ഥലം മാറി മറ്റേ സ്ഥലങ്ങളിലേക്ക് പോയ ആൾക്കാരുടെ പേരെ കാണും. പിന്നെ കുറച്ചുകൂടി ഈ പല ഈ അഡ്രസ് അവരുടെ ചിലപ്പോൾ തെറ്റായിരിക്കും. കൂടാതെ പല രീതിയിലെ ഇതിലെ ആൾക്കാരെ ഉണ്ടാവും. അപ്പോ ഇത് ശുദ്ധീകരിക്കാൻ വേണ്ടി ഇത്തരം ആൾക്കാരെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ പുതിയ ആൾക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടി ആണ് ഈ പ്രക്രിയ നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത്. അപ്പോ ഈ പ്രക്രിയ ചെയ്യുമ്പോൾ ഇതൊരു രഹസ്യമായിട്ട് ഇല്ല, ഇതൊരു സുതാര്യമായിട്ടുള്ള പ്രക്രിയയാണ്. അപ്പോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപാട് അവസരം ഈ പ്രക്രിയയിലെ പങ്കാളിയാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നൽകാറുണ്ട്. അവരെ ഈ അവസരം സമയത്ത് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. കാരണം ഒരു പ്രാവശ്യം വോട്ടർ പട്ടികയുടെ ഈ കരട് രേഖ തയ്യാറാക്കുമ്പോൾ ഈ വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമ്മൾ നൽകാറുണ്ട്. അപ്പോ ആ സമയത്ത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ആളെ തെറ്റായിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യേണ്ടതാണ്. അല്ല, അങ്ങനെ ചെയ്തിട്ടും അത് ഇലക്ഷൻ കമ്മീഷൻ അത് മുഖവിലേക്ക് എടുത്തില്ല എന്നാണ് പരാതിയായി വന്നിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും പറഞ്ഞതാണ്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കേട്ടില്ല എന്നുള്ളതാണ്. കോടതിയിലും ഇവർ പോയതാണല്ലോ ഇതേ വിഷയത്തിൽ. ഇലക്ഷൻ കമ്മീഷൻ ഈ അപ്രോച്ച് എനിക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം ഇലക്ഷൻ കമ്മീഷന്റെ അപ്രോച്ച്, ഇവിടെ കാഴ്ചപ്പാട്, ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന സമയത്ത് അത് അഫിഡേവിറ്റ് ഫയൽ ചെയ്യണം, വേറെ ഡോക്യുമെന്റ്സ് ഹാജരാക്കണം എന്നുള്ള അപ്രോച്ച് ശരിയല്ല. കാരണം അത് സ്വമേധായോ ഷോമോട്ടോ ഇലക്ഷൻ കമ്മീഷൻ ഷുഡ് ടേക്ക് ദ ആക്ഷൻ. എന്തെങ്കിലും ഒരു തെറ്റ് ഉണ്ടെങ്കിൽ അത് ഇത് കുറ്റപ്പെട്ടതാക്കാനുള്ള ചുമതല ഇലക്ഷൻ കമ്മീഷന് ആണ് ഉള്ളത്. അപ്പോ ഇലക്ഷൻ കമ്മീഷന്റെ അപ്രോച്ച് വളരെ ഒരു ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു അപ്രോച്ചാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ഈ പ്രക്രിയയിലെ പങ്കാളിയാക്കാൻ അവരെ വിശ്വാസത്തിലെടുത്തി അവരോട് ചർച്ച ചെയ്തിട്ട് അവരെ വിളിച്ചു വരുത്തി ഇലക്ഷൻ കമ്മീഷനിലെ ചർച്ച ചെയ്തിട്ട് അവിടെ ഈ രാഹുൽ ഗാന്ധി നൽകുന്ന ലിസ്റ്റ് നന്നായിട്ട് പരിശോധിച്ചുകൊണ്ട് എന്തെങ്കിലും അവർ